പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹവീട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 26-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന, എന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന്. നമ്മളെല്ലാവരും പല വിധത്തിൽ രോഗികളാണ്. മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒക്കെ പലവിധത്തിൽ രോഗികളാണ്, പലതരത്തിൽ രോഗികളാണ്. ഇത് നമ്മുടെ ഭവനങ്ങളിൽ, ആസ്പത്രികളിൽ, വീടുകളിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ, പലവിധ ഓർഫനേജുകളിലൊക്കെ രോഗികളായി, പലതരത്തിൽ രോഗികളായി ഇതാ അനേകം മക്കൾ കഴിയുന്നു. അവർക്കെല്ലാം വേണ്ടി ഈ സുപ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവരുടെ മേൽ കരുണയായിരിക്കണമേ. എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. കർത്താവേ, അവർക്ക് സൗഖ്യം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കർത്താവെ അവരെ കഴുകണമേ. എല്ലാ രോഗാണുക്കളെ കഴുകണമേ. കർത്താവെ, മനസ്സിലുള്ള കർത്താവെ നിരാശ, വെറുപ്പ്, ടെൻഷൻ, കർത്താവെ ഇവയെല്ലാമാണല്ലോ രോഗകാരണങ്ങൾ. പലവിധത്തിലുള്ള രോഗകാരണങ്ങളാണല്ലോ കർത്താവെ, പലവിധ കാരണങ്ങളാണല്ലോ രോഗത്തിൻ്റെ. കർത്താവെ, അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, രോഗപീഠകളെല്ലാം സഹിക്കുവാനുള്ള വലിയ സഹനശക്തി നൽകണമേ. കർത്താവെ, അങ്ങിപ്രകാരം വചനത്തിലൂടെ വീണ്ടും വാഗ്ദാനം ചെയ്യുകയാണല്ലോ. ജെറമ്യ പ്രവാചകനിലൂടെ, ജെറമ്യ 30-ാമത്തെ അധ്യായം 17-ാം തിരുവചനം: ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തുമെന്ന്. ഞാൻ നിനക്ക്, നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് വീണ്ടും ആരോഗ്യം നൽകും. മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം, ആത്മീയ ആരോഗ്യം കർത്താവ് വീണ്ടും നമുക്ക് നൽകും. നമ്മൾ ആ വിശ്വാസം വേണം. ദൈവം എൻ്റെ ജീവിതത്തിൽ സൗഖ്യം നൽകും, വിടുതൽ നൽകും, എൻ്റെ ബന്ധനങ്ങൾ അഴിക്കും, എൻ്റെ കെട്ടുകൾ അഴിക്കും എന്ന് പൂർണ്ണമായ ആ വിശ്വാസത്തോടുകൂടി, ആ പ്രത്യാശയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടട്ടെ നമ്മുടെ ജീവിതത്തിൽ. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾ എന്തു തന്നെയായാലും ഇതെല്ലാം കർത്താവ് ഒത്തിരി ഇന്നർ ഹീലിംഗ്, ഒത്തിരി ആന്തരിക സൗഖ്യം, ആന്തരിക സമാധാനം, ആന്തരികമായ സന്തോഷം കർത്താവ് നമുക്ക് നൽകും. കർത്താവ് അതിനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവേ, പൂർണ്ണമായ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ. ഈ സുപ്രഭാതത്തിൽ സൗഖ്യം നൽകണമേ. കർത്താവ്, ലോകമെമ്പാടും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. കർത്താവേ, അങ്ങ് സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത വിടുതൽ കർത്താവേ അങ്ങ് നൽകണമേ. പാലസ്തീനയിലൂടെ ചുറ്റി സഞ്ചരിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകിയ കർത്താവേ, ഞങ്ങൾക്കും സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധി അമ്മേ, രോഗികളുടെ ആരോഗ്യമായ മറിയമേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരാത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ
ബലികൾ അർപ്പിക്കുന്നതിന് ഒരു പുരോഹിത ജനമാകുകയും ചെയ്യട്ടെ. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.